വിളിക്കുന്നതിനിടയിൽ പൈലറ്റ് രഹസ്യമായി വോഡ്ക ജ്യൂസിൽ ഒഴിച്ചു. യാത്രക്കാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് മറ്റൊന്നൊഴിച്ചു. തുടർന്ന് അയാൾ ഒഴിഞ്ഞ കുപ്പി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ് ഓറഞ്ച് ജ്യൂസ് മുഴുവൻ വോഡ്കയും കുടിച്ചു. വിപ്പിനൊപ്പം ആദ്യമായി ജോലി ചെയ്തിരുന്ന കോപൈലറ്റ് അവിശ്വസനീയമായി കാണപ്പെട്ടു. കാരണം മദ്യത്തിന്റെ ഗന്ധം വമിക്കുന്ന വിപ്പ് ഇതിനകം ഗാർഡിനെതിരെയിലായിരുന്നു. ഇത് ആദ്യമായിട്ടല്ലെന്ന് ഫ്ലൈറ്റ് അറ്റൻഡന്റ് മറുപടി നൽകി. ഭാഗ്യവശാൽ വിമാനം സുഗമമായിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോകുകയായിരുന്നു. പെട്ടെന്ന് ക്യാബിനിൽ ഒരു കുലുക്കമുണ്ടായി. ഉണർന്ന വിപ്പ് വളരെ ശാന്തനായി. വിമാനം ഏറ്റെടുക്കാൻ പോകുമ്പോൾ ലിഫ്റ്റ് വീണ്ടും നിയന്ത്രണം വിട്ടുപോയി. അടുത്ത നിമിഷം വിമാനം മൂക്കുചുറ്റാൻ തുടങ്ങി. വിപ്പ് വേഗത്തിൽ ലാൻഡിംഗ് ഗിയർ താഴ്ത്തി ഇന്ധനം പുറപ്പെടുവിച്ചു. വിമാനത്തിന്റെ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും മൂക്കുചുറ്റിന്റെ വേഗത വളരെ വേഗത്തിലായിരുന്നു. ഈ ഘട്ടത്തിൽ നിലത്തെ കെട്ടിടങ്ങൾ ഇതിനകം വ്യക്തമായി കാണാമായിരുന്നു. നിർണായക നിമിഷത്തിൽ വിപ്പ് അവിശ്വസനീയമായ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം മുഖം ശക്തമായി തിരിച്ചു. വിമാനം ക്രമേണ മറിയാൻ കാരണമായി. നിരാശാജനകമായ നിലവിളികളും ക്യാബിനിൽ നിറഞ്ഞു. പക്ഷേ വിപ്പിന്റെ കമാൻഡിലും ഓപ്പറേഷനിലും ശാന്തനായി തുടർന്നു. വിമാനം മറിഞ്ഞു എന്ന് മാത്രമല്ല, വിജയകരമായി ഇറക്കം നിർത്തുകയും ചെയ്തു. കൂടുതൽ യഥാർത്ഥ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.